രാജാവിനോട് നേരിട്ട് എതിരിടാനും ജയിക്കാനും കഴിയുകയില്ലെന്ന് അറിയാമായിരുന്ന മന്ത്രി ആഭിചാര കർമ്മങ്ങളിൽ അഭയം കണ്ടെത്തി. അതിന്റെ ഫലമായി മണികണ്ഠന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായി. ശരീരം കുറേശ്ശെ അഴുകാൻ തുടങ്ങി. കൊട്ടാരം വൈദ്യന്മാർ പലരും വന്ന് മാറി മാറി ചികിത്സിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല. മണികണ്ഠന്റെ സുന്ദരമായ മേനിക്ക് ഈ വിധം ഹാനിയുണ്ടാകുന്നത് കണ്ട് ദുഃഖിതനായ രാജാവ് ദുരിതഹരനായ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. നിരന്തരമായ ഭജനം കൊണ്ട് പ്രസന്നനായ ശ്രീ മഹാദേവൻ ഒരു വൃദ്ധ സന്യാസിയുടെ രൂപം ധരിച്ച് കൊട്ടാരത്തിലെത്തി. മഹാരാജാവ് ആ സന്യാസി ശ്രേഷ്ഠനെ യഥോചിതം സത്കരിച്ചിരുത്തിയിട്ട് മണികണ്ഠന്റെ ആരോഗ്യ ശാന്തിയുണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു. മണികണ്ഠന്റെ അടുത്തു ചെന്ന് ആ സന്യാസി കുമാരന്റെ ശരീരമാസകലം വാത്സല്യത്തോടെ തലോടി. ആഭിചാരത്തിൽ നിന്നും മുക്തി നേടാനായി സന്യാസി ശത്രു സംഹാര ഹോമം നടത്തി വ്രണങ്ങളിൽ ഭസ്മം തൂകി. സന്യാസിയുടെ അനുഗ്രഹം കൊണ്ട് മണികണ്ഠന്റെ അസുഖം ക്രമേണ ശാന്തമായി. ആഭിചാരം നടത്തിയ മന്ത്രവാദിയുടെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായി. മണികണ്ഠൻ പൂർവാധികം സുന്ദരനുമായി. മഹാരാജാവിന്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. എന്തു പ്രതിഫലമാണ് സന്യാസിക്കു നൽകേണ്ടതെന്ന് രാജാവ് ചിന്തയിലാണ്ടു. പക്ഷേ സന്യാസി കർത്തവ്യ നിർവഹണത്തിനുള്ള സംതൃപ്തിയിൽ പ്രതിഫലമൊന്നും സ്വീകരിക്കാൻ സന്നദ്ധനായില്ല. പ്രതിഫലം സ്വീകരിക്കാതെ തന്നെ സന്യാസി നടന്നു മറഞ്ഞു. തന്റെ ഗൂഢതന്ത്രങ്ങളെല്ലാം വിഫലമാകുന്നത് കണ്ട് ദുഃഖിതനായ മന്ത്രി കുമാരന് വിഷഭക്ഷണം നൽകി പകവരുത്താൻ നിശ്ചയിച്ചു. മണികണ്ഠനെ മന്ത്രി വീട്ടിലേക്ക് ക്ഷണിച്ചു. പുത്രന്റെ ജന്മദിനാഘോഷമെന്ന പേരിൽ ഒരു സദ്യയൊരുക്കി. കൂട്ടത്തിൽ മണികണ്ഠന് വിഷം ചേർന്ന ഭക്ഷണം നൽകി. അത് ഭക്ഷിച്ചെങ്കിലും മണികണ്ഠന് ജീവഹാനി സംഭവിച്ചില്ല. അതോടെ മന്ത്രി കൂടുതൽ പരിഭ്രാന്തനായി. രാജ്ഞിയുടെ മനസ്സിൽ മണികണ്ഠന് നേർക്കുള്ള സ്നേഹവാത്സല്യങ്ങൾക്ക് ഇടിവ് വരുത്താനായി മന്ത്രിയുടെ അടുത്ത ശ്രമം. രാജ്ഞിയുടെ പുത്രനായ രാജരാജൻ എന്ന രാജകുമാരൻ വളർന്നു വരുമ്പോൾ ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളും ബഹുമതികളും ദത്തുപുത്രനെ പോലെ എടുത്തു വളർത്തുന്ന ഈ അനാഥനായ മണികണ്ഠന് ലഭിക്കുന്നതിലെ വൈരുദ്ധ്യം മന്ത്രി രാജ്ഞിയെ ബോധിപ്പിച്ചു. രാജരാജൻ വളർന്നു വരുമ്പോൾ രാജ്യഭാരം കയ്യേൽക്കാനുള്ളതല്ലേ? ഇപ്പോൾ തന്നെ മണികണ്ഠന്റെ രാജ്യാഭിഷേകത്തിന് തടയിട്ടില്ലെങ്കിൽ രാജകുമാരന്റെ ഭാവി നിർഭാഗ്യകരമായി തീരും. കാട്ടിൽ നിന്ന് ലഭിച്ച ഒരു കാട്ടാളക്കുട്ടിയല്ലേ മണികണ്ഠൻ? ഇത്തരം വാദമുഖങ്ങൾ കൊണ്ട് മന്ത്രി രാജ്ഞിയെ ചിന്താകുലയാക്കി. മന്ത്രിയുടെ ദുർബോധനകൾക്ക് രാജ്ഞി അധീനയായി. മന്ത്രി പ്രേരിപ്പിച്ചത് അനുസരിച്ച് അവർ രോഗം ബാധിച്ചതായി ഭാവിച്ചു. ശയ്യാവലംബിയായ അവർക്ക് കൊട്ടാരം വൈദ്യൻ ചികിത്സിച്ചെങ്കിലും ഈ രോഗം പരിശോധിച്ചറിയാനോ പ്രതിവിധി നിർദ്ദേശിക്കാനോ കഴിഞ്ഞില്ല. ഒടുവിൽ മന്ത്രിയുടെ ദുഷ്പ്രേരണയ്ക്ക് വിധേയനായ ഒരു വൈദ്യൻ രംഗത്തെത്തി. ചില ഔഷധങ്ങൾ പുലിപ്പാലിൽ ചാലിച്ച് കൊടുത്താലേ ഈ രോഗം ശമിക്കൂ എന്ന് വൈദ്യൻ വിധിച്ചു. പുലിയെ കറന്നു പാലെടുക്കാൻ ആർക്ക് കഴിയും എന്നതായി രാജാവിന്റെ ചിന്ത. പുലിപ്പാൽ കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ പാരിതോഷികങ്ങൾ നൽകുന്നതാണെന്ന് വിളംബരമുണ്ടായി. വിലപ്പെട്ട രാജകീയ സമ്മാനങ്ങൾക്കു വേണ്ടിയായാലും ജീവൻ പണയം വെച്ചുള്ള ഒരു സാഹസത്തിന് ആരും മുതിർന്നില്ല. അതോടെ പന്തളേശനും വളരെ ദുഃഖിതനായി. സംഭവഗതികൾ സൂക്ഷ്മമായി ഗ്രഹിച്ച മണികണ്ഠൻ രാജാവിന്റെ സന്നിധിയിലെത്തി.
പുലിപ്പാൽ കൊണ്ടുവരുന്ന ചുമതല സ്വയം ഏറ്റെടുത്തു. കേവലം കൗമാരം വിട്ടുമാറിയിട്ടില്ലാത്ത മണികണ്ഠനെ ഇക്കാര്യത്തിന് പറഞ്ഞുവിടാൻ രാജാവിന് വൈമനസ്യം കാട്ടി. എങ്കിലും മണികണ്ഠന്റെ നിർബന്ധത്തിനു മുന്നിൽ രാജാവിന് സമ്മതം മൂളേണ്ടി വന്നു. അകമ്പടിക്കായി ഒരു സൈന്യത്തെയും നിയോഗിക്കാൻ ഒരുങ്ങിയ രാജാവിനെ മണികണ്ഠൻ വിലക്കി. താൻ ഒറ്റയ്ക്ക് പോയി കാര്യം സാധിക്കാമെന്ന് മണികണ്ഠൻ ഉറപ്പുകൊടുത്തു. യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ കെട്ടിമുറുക്കി ശിരസിലേന്തി സ്വരക്ഷയ്ക്ക് വേണ്ടി ചാപബാണങ്ങളുമേന്തി മണികണ്ഠൻ യാത്ര തിരിച്ചു. മണികണ്ഠൻ ശിരസിലേന്തിയ കെട്ടിൽ 3 കണ്ണുള്ള നാളികേരവും ഉണ്ടായിരുന്നു. മുക്കണ്ണനായ ശ്രീ പരമേശ്വരനോടുള്ള ഭക്തിയെ ഈ നാളികേരം സൂചിപ്പിക്കുന്നു. പിൽക്കാലത്തുണ്ടായ ആചാരങ്ങൾക്കും ഇത് നിദാനമായി ഭവിച്ചിട്ടുണ്ട്. മന്ത്രിയും കൂട്ടരും അയ്യപ്പൻ കാട്ടിലേക്ക് പോയ വിവരമറിഞ്ഞ് ഏറെ സന്തോഷിച്ചു. കൊടുങ്കാട്ടിലേക്ക് കുമാരൻ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട് രാജാവ് കണ്ണീർ വാർത്തു. സുന്ദര മഹിഷിയുമൊത്ത് കാട്ടിൽ ക്രീഡാവിനോദങ്ങളുമായി വസിച്ചിരുന്ന മഹിഷി ഇതിനിടെ തന്റെ നിഗ്രഹത്തിനായി ഹരിഹരപുത്രൻ പിറന്ന കാര്യം അറിഞ്ഞു. ക്രോധാന്തനായ മഹിഷി തന്റെ മഹിഷപ്പടയുമായി ദേവലോകത്തെത്തി ദേവന്മാരെ പോർ വിളിച്ചു. ദേവന്മാർ ഭയചകിതരായി മഹിഷി നിഗ്രഹത്തിനായി അവതരിച്ച് അന്നേരം കാട്ടിലെത്തിയിരുന്ന മണികണ്ഠനെ വിവരം ധരിപ്പിച്ചു. ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമായെന്നും മഹിഷി നിഗ്രഹത്തിന് സമയമായെന്നും മണികണ്ഠൻ മനസ്സിലാക്കി. ഉടനെ ദേവലോകത്തെത്തി മണികണ്ഠൻ മഹിഷിയുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. മണികണ്ഠന്റെ സഹായത്തിനായി മഹാദേവൻ അയച്ചിരുന്ന വാപനൻ, കടുശബ്ദൻ, കൂപകർണൻ, ഖണ്ഡാകർണൻ, കൂപനേത്രൻ തുടങ്ങിയ ശിവഭൂതങ്ങളും മണികണ്ഠനെ അനുഗമിച്ചിരുന്നു. ഈ സമയം മഹിഷിക്ക് ലഭിച്ചിരുന്ന വരദാനമനുസരിച്ച് അവളുടെ രോമകൂപങ്ങളിൽ അസംഖ്യം മഹർഷിമാർ ജന്മമെടുത്തു. ഈ അസുരവൃത്തത്തെ ശിവഭൂതങ്ങൾ നേരിട്ടു. അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ കൊമ്പിൽ പിടിച്ച് ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു. കടപുഴകിയ മഹാമേരുവിനെ പോലെ മഹിഷി അഴുതാ നദീതീരത്ത് വന്ന് പതിച്ചു. പിന്നാലെ പാഞ്ഞെത്തിയ മണികണ്ഠൻ അർദ്ധപ്രാണയായ മഹിഷിയുടെ മേൽ ചാടി വീണ് ശക്തമായി മർദ്ദിക്കാൻ തുടങ്ങി. ഹരിഹരപുത്രനായ ധർമ്മശാസ്താവിന്റെ അംശമായ മണികണ്ഠൻ തിന്മയുടെ മൂർത്തരൂപമായ മഹിഷിയെ നിഗ്രഹിക്കുന്നത് കാണാൻ ശ്രീ പരമേശ്വരൻ കാളപ്പുറത്ത് എഴുന്നള്ളി. സമീപത്ത് കണ്ട ഒരു മരത്തിൽ കാളയെ കെട്ടിയ ശേഷമാണ് ശ്രീ പരമേശ്വരൻ മഹിഷി മർദ്ദനം കണ്ടത്. അതിനാൽ ഈ പ്രദേശത്തിന് കാളകെട്ടി എന്ന പേര് കൈവന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. താൻ മരണാസന്നയായെന്നും കേവലം ചെറുപ്രായക്കാരനായ കുമാരനാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും അറിഞ്ഞ മഹിഷി ആ കുമാരൻ ഹരിഹരപുത്രൻ തന്നെയാണെന്ന് മനസ്സിലാക്കി തൻ്റെ വിധിയിൽ ബോധവതിയായ മഹിഷി പ്രാണൻ വെടിയുന്ന അവസരത്തിൽ ഭഗവാനെ ഭജിച്ചു. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഭഗവാൻ മഹിഷിയിൽ പ്രസാദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. ജീവൻ വെടിഞ്ഞ മഹിഷിയുടെ ശരീരത്തിൽ നിന്നും സർവമോഹിനിയായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷയായി മണികണ്ഠനെ നമസ്കരിച്ചു. അവൾ ലോകമോഹിനിയായ മായാഭഗവതിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. തന്നെ സ്വീകരിക്കണമെന്ന് അവൾ മണികണ്ഠനോട് ആവശ്യപ്പെട്ടു. ഈ ജന്മം നൈഷ്ഠിക ബ്രഹ്മചാരിയായി കഴിയുന്ന തനിക്ക് ആ വിധത്തിലൊരു ഗാർഹസ്ഥ്യം സ്വീകരിക്കാനാവില്ലെന്ന് മണികണ്ഠൻ അവളോട് പറഞ്ഞു. ശബരിമലയിൽ അവൾക്ക് ഒരു സ്ഥാനം ലഭിക്കുമെന്നും മാളികപ്പുറത്തമ്മ എന്ന പേരിൽ അവൾ ലോക ആരാധ്യയായി തീരുമെന്നും മണികണ്ഠൻ അവൾക്ക് ഉറപ്പ് കൊടുത്തു. മണികണ്ഠന്റെ വാക്കുകേട്ട് പാപവിമുക്തയായ ലീല സന്തുഷ്ടയായി മറഞ്ഞു. ആ സമയത്ത്
ത്രിമൂർത്തികൾ അവിടെ ആവിർഭവിച്ചു. മണികണ്ഠൻ ബ്രഹ്മാവിഷ്ണു പരമേശ്വരന്മാരെ വണങ്ങി. ശബരിക്ക് സായുജ്യം നൽകാനും പന്തളത്തേക്ക് മടങ്ങിപ്പോകാനും അവർ മണികണ്ഠന് നിർദ്ദേശം നൽകി. മഹിഷിയുടെ ജഡം അഴുതയുടെ മറുകരയിൽ കൊണ്ടുപോയി കല്ലുകളിട്ടു മറവു ചെയ്യണമെന്ന് ത്രിമൂർത്തികൾ ആവശ്യപ്പെട്ടു. ആ വിധം മഹിഷിയുടെ ജഡം മറവു ചെയ്തതിന്റെ സ്മരണയ്ക്കായി ഇന്നും അയ്യപ്പന്മാർ അഴുതാ നദിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കല്ലിടാംകുന്നിൽ നിക്ഷേപിക്കുന്നുവെന്നാണ് ഐതിഹ്യം. പന്തളത്തേക്കു മടങ്ങാനൊരുങ്ങിയ മണികണ്ഠന്റെ മനോഗതം മനസ്സിലാക്കിയ ദേവസ്ത്രീകൾ പെൺപുലികളായി, ദേവന്മാർ പുലിക്കുട്ടികളായി. ഇന്ദ്രൻ തന്നെ ഒരു കടുവയുടെ രൂപം കൊണ്ട് മണികണ്ഠന്റെ മുന്നിലെത്തി വണങ്ങി നിന്നു. മണികണ്ഠൻ കടുവയുടെ പുറത്തു കയറി പുലിക്കൂട്ടത്തോടൊപ്പം പന്തളത്തേക്ക് തിരിച്ചു. വന്യമൃഗങ്ങളെയും കൂട്ടിയുള്ള മണികണ്ഠന്റെ തിരിച്ചുവരവ് കേട്ടറിഞ്ഞ ജനങ്ങൾ ഭയസംഭ്രമത്തോടെ പ്രാണരക്ഷയ്ക്കുള്ള ഉപായങ്ങൾ തേടി തുടങ്ങി. പന്തളഭൂമൻ കൊട്ടാരക്കെട്ടിന് പുറത്തു വന്നു. പുലിക്കൂട്ടത്തെ കണ്ട് രാജാവ് അത്ഭുത വിവശനായി. മഹാരാജാവിന്റെ മുൻപിലെത്തിയ മണികണ്ഠൻ കടുവയുടെ പുറത്തുനിന്നിറങ്ങി രാജാവിന്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, മാതാവിന് രോഗശാന്തി നേടാൻ പുലിപ്പാൽ വേണമല്ലോ. ഞാനിതാ ഈറ്റപ്പുലികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യം പോലെ കറന്നെടുത്തുകൊള്ളുക. മഹാരാജാവ് മണികണ്ഠനെ മാറോടണച്ചുകൊണ്ട് പറഞ്ഞു, കുമാര, ഇനി പുലിപ്പാലിന്റെ ആവശ്യം ഇല്ല. കുമാരൻ കാട്ടിലേക്ക് പോയ ദിവസം തന്നെ രാജ്ഞിയുടെ അസുഖം ഭേദമായി. ആ സ്ഥിതിക്ക് ഈ മൃഗങ്ങളെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കൂ. അതനുസരിച്ച് മണികണ്ഠൻ ആ കാട്ടുമൃഗങ്ങൾക്ക് തിരികെ പോകാൻ അനുമതി നൽകി. അടുത്ത നിമിഷം അവ അപ്രത്യക്ഷമായി. പുലികളോടൊപ്പം ദിവ്യ തേജസ്സോടെ അയ്യപ്പൻ നാട്ടിലെത്തിയ വിവരം ഇതിനിടെ കാട്ടുതീ പോലെ പടർന്നു. കുതന്ത്രങ്ങൾ മെനഞ്ഞ് അയ്യപ്പനെ കാട്ടിലേക്ക് അയച്ച മന്ത്രിക്കും രാജപത്നിക്കും തങ്ങൾ ചെയ്ത കൊടുംപാതകത്തിന്റെ തിരിച്ചറിവുണ്ടായി. ദേവതുല്യനായ കുമാരനെതിരെയാണ് തങ്ങൾ കുതന്ത്രങ്ങൾ മെനഞ്ഞ് എടുത്തതെന്നോർത്തപ്പോൾ ഇരുവർക്കും ഭയമുണ്ടായി. ആ ദിവ്യാത്മാവ് തങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് മാപ്പ് തരുമെന്നുള്ള വിശ്വാസവും അതിനാൽ തന്നെ അവർക്കുണ്ടായി. പശ്ചാത്താപ വിവശരായ അവർ കുമാരന്റെ മുന്നിൽ വീണ് മാപ്പപേക്ഷിച്ചു. വാത്സല്യനിധിയും ത്രികാലജ്ഞാനിയുമായ മണികണ്ഠൻ പുഞ്ചിരിയോടെ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയ്യപ്പന്റെ ദിവ്യത്വം നാട്ടുകാർക്കും രാജാവിനുമെല്ലാം ബോധ്യമായി. ജനങ്ങളുടെ ആഹ്ലാദാരവങ്ങളും ആരാധനയും കണ്ട പന്തളരാജന് മണികണ്ഠനെ യുവരാജാവായി വാഴിക്കുവാൻ സമയമായി എന്ന് ബോധ്യം വന്നു. സർവരുടെയും ആരാധനാപാത്രമായ മണികണ്ഠൻ നാടിനും നാട്ടുകാർക്കും സർവസമ്മതനായ ഭരണാധികാരിയായിരിക്കുമെന്ന് പന്തളരാജൻ കരുതി. മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് രാജാവ് കുമാരനോട് അഭ്യർത്ഥിച്ചു, മണികണ്ഠ, ആകെ താറുമാറായി കിടക്കുന്ന ഭരണ സംവിധാനമാകെ നീ ശരിയാവിധം ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ സാന്നിധ്യവും വീരശൂര പരാക്രമവും കൊണ്ട് നാട്ടിലെങ്ങും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും വിളയാടുന്നു. നിന്നെ യുവരാജാവാക്കി കിട്ടുവാൻ ഈ രാജ്യത്തിന്റെ ഓരോ മണ്ഡരിയും ആഗ്രഹിക്കുന്നു. പ്രജാവത്സലനായ നീ ഈ ആഗ്രഹം തള്ളിക്കളഞ്ഞുകൂടാ. യുവരാജാവായുള്ള നിന്റെ അഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഞാനിതാ തുടങ്ങുകയാണ്. വികാരാധീനനായ മഹാരാജാവിനെ അയ്യപ്പൻ വിലക്കി. മഹാരാജൻ യുവരാജാവാകണമെന്നുള്ള ആഗ്രഹത്തോടും ലക്ഷ്യത്തോടെയുമല്ല ഞാൻ ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അങ്ങയുടെയും പ്രജകളുടെയും നന്മ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങ് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നാൽ യുവരാജാവാകാനുള്ള അങ്ങയുടെ ക്ഷണം എനിക്ക് സ്വീകരിക്കാവുന്നതല്ല.
എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ വേദനയും ഉണ്ട്. അങ്ങയുടെ ഈ അഭിലാഷത്തിന് ഇനിയും സമയമായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രാജ്യത്തിന്റെ പാർശ്വങ്ങളിൽ ശത്രുക്കളും കൊള്ളക്കാരും ആക്രമണത്തിനായി ഇപ്പോഴും തക്കം പാർത്ത് കഴിയുന്നുണ്ട്. ജനങ്ങളുടെ ശാശ്വതമായ സമാധാനത്തിന് അവരുടെ താവളങ്ങൾ പൂർണ്ണമായും തച്ചു തകർക്കേണ്ടിയിരിക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കാനായാണ് ഞാൻ രാജ്യമെങ്ങും സഞ്ചരിച്ച് സൈന്യത്തെ സുസംഘടിതമാക്കിയതും പരിശീലിപ്പിച്ചതും. ഈ രാജ്യദ്രോഹികളെ ഉന്മൂലനം ചെയ്യുന്നതിന് ഇനിയും താമസിച്ചുകൂടാ. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ചിട്ടയായ ഭരണത്തോടൊപ്പം പരദേവതകളുടെ അനുഗ്രഹവും ആവശ്യമാണ്. ശബരിമലയിലെ പരദേവതാ ക്ഷേത്രമായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ജീർണാവസ്ഥയിലാണ്. രാജ്യത്ത് ഏതൊരു മംഗളകാര്യവും നടത്തുന്നതിന് മുൻപായി പരദേവതാ ക്ഷേത്രം പുനരുദ്ധരിക്കേണ്ടതുണ്ട്. ഈ കർമ്മം നിർവഹിക്കാതെ മറ്റൊന്നിനും തന്നെ എൻ്റെ മനസ്സിൽ പ്രാധാന്യം ലഭിക്കുകയില്ല. ഈ മഹത് കാര്യങ്ങളിൽ സഹായിക്കാൻ തയ്യാറായി പാണ്ഡ്യരാജ്യത്തു നിന്നും മധുര രാജാവും എത്തിച്ചേർന്നിട്ടുണ്ട്. ശത്രുക്കളെയെല്ലാം തുരത്തി ഞാനും എൻ്റെ പടയാളികളും പമ്പാ തീരത്തെത്തുമ്പോൾ ക്ഷേത്ര പുനർനിർമ്മാണ കർമ്മത്തിൽ പങ്കെടുക്കാനായി അങ്ങും പരിവാരങ്ങളും അവിടെ എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മഹത് പുത്രന്റെ ലക്ഷ്യബോധവും ചിന്താധരണികളും അദ്ദേഹത്തിൽ അഭിമാനമുളവാക്കി. പുലിപ്പാലിനായി കാട്ടിൽ പോയി മടങ്ങി വന്ന അയ്യപ്പന്റെ രൂപം രാജാവിന്റെ അകതാരിൽ തെളിഞ്ഞു. വന്യമൃഗങ്ങളെ പിടികൂടി വരുന്ന ഒരു വേട്ടക്കാരന്റെ ഭാവത്തിലായിരുന്നില്ല ആ വരവ്. അഭൗമമായ ചൈതന്യം വിളങ്ങിയിരുന്ന അയ്യപ്പന്റെ തേജോമുഖം കാണികളിൽ ഭക്തി ജനിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. ആ ദർശനത്തിൽ തൻ്റെ ഉള്ളിലും പുത്രവാത്സല്യമല്ല ഭക്തിയാദരങ്ങളാണ് ജനിച്ചതെന്ന് തെല്ലൊന്ന് അത്ഭുതത്തോടെ രാജൻ അറിഞ്ഞു. അയ്യപ്പനെ അനുഗമിക്കുകയും അയ്യപ്പന് വാഹനമായി തീരുകയും ചെയ്ത വന്യജീവികളിൽ ഒന്നിനും തന്നെ ബന്ധിതരുടെ ഭാവവുമായിരുന്നില്ല എന്ന് രാജൻ ഓർത്തു. ഏതോ ഒരു മായാപ്രപഞ്ചത്തിൽപ്പെട്ട അവസ്ഥയായിരുന്നു അപ്പോൾ. കടുവ പുറമേറി വന്ന അയ്യപ്പന്റെ മുഖം നിശ്ചയദാർഢ്യത്തിന്റെ ഭാവമായിരുന്നു. തൻ്റെ പുത്രനിൽ രാജാവ് അഭിമാനം പൂരിതനായി. അയ്യപ്പന്റെ ആഗ്രഹവും നിശ്ചയവും എന്തുതന്നെയായാലും അതായിരിക്കും തൻ്റെയും ജീവിത ലക്ഷ്യവും മാർഗവുമെന്ന് ഉറച്ച് ആ രാജാവ് വിശ്വസിച്ചു. അയ്യപ്പന്റെ ആഗ്രഹപ്രകാരം തന്നെ നടക്കട്ടെ എന്നും നിശ്ചിത സമയത്ത് തന്നെ ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി താൻ എത്തിക്കൊള്ളാമെന്നും രാജാവ് അരുളി ചെയ്തു. തുടർന്ന് അയ്യപ്പൻ ആലങ്ങാട്ടും അമ്പലപ്പുഴയിലും പന്തളത്തുമുള്ള യോഗക്കാരെ ചെന്ന് കണ്ട് യോഗാംഗങ്ങളെയെല്ലാം ഒരേ തരത്തിൽ ഒരുക്കി നിർത്തുവാൻ നിർദ്ദേശങ്ങൾ നൽകി. ഓരോ സ്ഥലത്തു നിന്നുമുള്ള പ്രമാണിമാരെ വരുത്തി വേണ്ടുന്ന പരിശീലനവും നിർദ്ദേശങ്ങളും നൽകി. ഉദയൻ തീവച്ചു നശിപ്പിച്ച ശബരിമലയിൽ പുനഃപ്രതിഷ്ഠയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കാം. അതുകൊണ്ട് സൈനികമായ നീക്കം തന്നെ വേണ്ടി വന്നേക്കും. ആവശ്യമുള്ളത്ര ആയുധങ്ങളും എരുമേലിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അവ എടുത്തു പ്രയോഗിക്കുവാനുള്ള കായികശേഷിയും പരിശീലനവും യോഗാംഗങ്ങളെയെല്ലാം നേടിയിരിക്കണമെന്ന് അയ്യപ്പൻ നിഷ്കർഷിച്ചു. പമ്പയും ശബരിമലയും പുണ്യസങ്കേതങ്ങളാകയാൽ അവിടെ പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ ബാഹ്യമായും ആഭ്യന്തരമായും ശുചിത്വമുള്ളവരായിരിക്കണം. സകല ഭാവങ്ങളിലും നിന്നും മോചനം നേടാനായി എല്ലാവരും ഒരു മണ്ഡലക്കാലം 41 ദിവസം വ്രതം അനുഷ്ഠിക്കണം. സാത്വികമായ ആഹാരങ്ങളെ കഴിക്കാവൂ. കർശനമായ ബ്രഹ്മചര്യം പാലിക്കണം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ 3 യോഗക്കാരെയും അറിയിച്ചു. നിശ്ചിത ദിവസം തന്നെ എല്ലാവരും മുൻ നിശ്ചയിച്ച പ്രകാരം എരുമേലിയിലും പെരിനാട്ടും എത്തിച്ചേർന്നു. കൊടികളേന്തി ശംഖനാദത്തോടെ വാദ്യങ്ങൾ മുഴക്കിയുള്ള വീരയോദ്ധാക്കളുടെ നിലയ്ക്കാത്ത പരമ്പര കണ്ട് ദേശവാസികൾ ആശ്ചര്യസ്തബ്ധരായി. സംഘമായി
എന്തിനും സന്നദ്ധരായി വരുന്ന യുവജനങ്ങൾക്കിടയിൽ ആവേശം പകരാൻ അയ്യപ്പൻ കൂട്ടിച്ചേർന്നു. എല്ലാം സംഘാടകർക്കിടയിലും മാറി മാറി അയ്യപ്പൻ പ്രത്യക്ഷനായി. സംഘാംഗങ്ങളിൽ മാറി മാറി പ്രത്യക്ഷനായി ആവേശം ജ്വലിപ്പിച്ച അയ്യപ്പന്റെ പ്രവൃത്തിയുടെ അനുസ്മരണമാണ് എരുമേലിയിൽ ഇന്നും നടന്നുവരുന്ന പേട്ടതുള്ളൽ. എരുമേലിയിൽ പന്തളം സൈന്യവും അമ്പലപ്പുഴ സൈന്യവും സമ്മേളിച്ച് ഒരു മഹാസൈന്യം രൂപപ്പെട്ടു. ഉദയന്റെ പ്രത്യേക പരിരക്ഷയിൽപ്പെട്ടിരുന്ന ഇഞ്ചിപ്പാറക്കോട്ടയിൽ പുതുശ്ശേരി മുണ്ടനുണ്ടായിരുന്നു. ആ പുതുശ്ശേരി മുണ്ടനായിരുന്നു സംരക്ഷകൻ. തലപ്പാറക്കോട്ടയേക്കാൾ പ്രാധാന്യം ഇഞ്ചിപ്പാറക്കോട്ടയ്ക്കുണ്ടായിരുന്നു. നാനാ ദേശങ്ങളിൽ നിന്നും വന്ന യോദ്ധാക്കളുടെ അഹന്തയും ദുരഭിമാനവും മാറി ഐക്യവും സഹകരണബോധവും വളർത്താൻ വേണ്ടിയാണ് പേട്ടതുള്ളൽ ഒരു പ്രധാന ചടങ്ങായി അയ്യപ്പൻ നിശ്ചയിച്ചത്. ബാവരുടെ അനുയായികളുമായി സമ്മേളിച്ച് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും പച്ചക്കറികളും വാങ്ങി ആഘോഷത്തോടെ കൊണ്ടുവരുന്ന ഉത്സാഹ പ്രകടനമാണ് പേട്ടതുള്ളൽ. കരിയും കുങ്കുമവും തേച്ച മുഖം വികൃതമാക്കി തലയിൽ കമ്പിളി കെട്ടി കറുത്ത മുണ്ടുടുത്ത് എരുമേലിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഒരു വസ്ത്രത്തിലോ കരിമ്പടത്തിലോ കെട്ടി ഒരു കാട്ടുകമ്പിന്റെ മധ്യത്തിൽ കെട്ടി കമ്പിന്റെ രണ്ടറ്റവും രണ്ടുപേർ ചേർന്ന് തോളിലെടുത്ത് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് താളത്തിൽ പാടിത്തുള്ളി വരുമ്പോൾ ആവേശത്താൽ പലരും മതിമറന്നു പോകാറുണ്ട്. പ്രായഭേദവും ജാതിഭേദവും മറ്റുള്ള ഉച്ചനീചത്വങ്ങളുമെല്ലാം മറന്നുകൊണ്ടുള്ള ഈ ആനന്ദ നൃത്തത്തിൽ ഭക്തിയുടെ പാരമ്യം പ്രകടമാകുന്നു. എരുമേലിയിൽ നിന്നും പെരുനാട്ടിൽ നിന്നും സൈനിക ചിട്ടയനുസരിച്ച് യോഗാംഗങ്ങൾ അണിയണിയായി മുന്നേറാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണപ്പരുന്തുകൾ ആകാശത്തിൽ വട്ടം ചുറ്റിപ്പറന്നു. പകൽ ഒടുങ്ങിയിരുന്നില്ലെങ്കിലും അങ്ങിങ്ങ് ചില നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. എരുമേലിയിലും പെരുനാട്ടും അന്നും കൊടുങ്കാടുകളായിരുന്നു. അവ കടന്നാൽ ധർമ്മശാസ്താവിന്റെ പൂങ്കാവനമായി. പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി വനദേവതകളെ പൂജിക്കേണ്ടിയിരിക്കുന്നു. വനദേവതകളോടുള്ള ആദരസൂചകമായി ഒരു ഇല പറിച്ചിടാൻ അയ്യപ്പൻ നിർദ്ദേശിച്ചു. ഇന്നും അത് ഒരു ആചാരമായി അയ്യപ്പന്മാർ അനുഷ്ഠിച്ചു വരുന്നു. പെരുനാട്ടിൽ നിന്നും കുതിരപ്പുറത്ത് കയറി എരുമേലി വഴി അയ്യപ്പൻ ഇന്നു കാളകെട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അനന്തരം പടയാളികളെയും നായകന്മാരെയും കൂട്ടിനിർത്തി അടുത്ത ദിവസം നടത്താനുള്ള യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ വിവരിച്ചു. പുതുശ്ശേരി മുണ്ടൻ എന്ന തസ്കര പ്രമാണിയെ നേരിടേണ്ട വിധങ്ങൾ വിശദീകരിച്ചു. ഈ വിധം നിർദ്ദേശങ്ങൾ നൽകാനായി അയ്യപ്പൻ ഒരു പാറയുടെ മുകളിൽ കയറി നിന്നിരുന്നു. ആ പാറയെ ഇന്നും ഭക്തജനങ്ങൾ വണങ്ങുന്നു. തുടർന്ന് കരിമലക്കോട്ടയിൽ ഉദയനുമായി ഉണ്ടായ യുദ്ധത്തെപ്പറ്റി അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്.